സത്യം എന്താന്നൊക്കെ നീ നിന്റെ അമ്മയോട് പോയി പറഞ്ഞാൽ മതി. നീ ഇനി കാണാൻ പോകരുത് ഇന്ത അർജുനൻ കുട്ടിയുടെ ആട്ടത്തെ. ഉണ്ണിമോളെ ഇത് കണ്ടോ? ഇവളിതവിടെ എനിക്ക് ഉണ്ണിമോളെന്തേ? മാമനോ? അമ്മ മുൻവശത്തോട്ട് പോയല്ലോ, ടൗണിൽ പോണെന്നെന്തോ പറഞ്ഞു. മുൻവശത്തേക്കോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഈ സൈഡിൽ കൂടി ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുള്ളൂ. സൈഡിൽ കൂടെ? സൈഡിൽ കൂടെ പോലെ പോലെ നീ അങ്ങനെയാണ് ആശ്വസിക്കണ്ട. ആ പോയാളോട് തിരിച്ചു വരില്ലേ? എന്റെ പൊന്നു അമ്മ, ഇത് ഞാൻ വാങ്ങി വെച്ച ലെറ്റർ ഒന്നല്ല. ഏതോ ഒരു വൃത്തിയിട്ടവൻ ഞാൻ അറിയാതെ എന്റെ ബുക്കിൽ വെച്ചതാണ്. എന്നിട്ട് എന്റെ പൊന്നു മോളെ, നിന്റെ ഈ കഥ ഞാൻ വിശ്വസിക്കണം അല്ലേ? മാമ വിശ്വസിച്ചേ പറ്റൂ, കാരണം അതാണ് സത്യം. ശരി, ഞാൻ വിശ്വസിച്ചു തന്നെ വെച്ചോ. എന്നാലും ഞാൻ അത് ഉണ്ണിമോളെ കാണിക്കും. എന്തിനാന്നറിയോ? എന്തിനാ? ആ പരീക്ഷ പേപ്പർ കേസിൽ 2 തവണ നീ എന്നെ നാറ്റിച്ചു. അതും പോരാഞ്ഞ് നീ എന്റെ കുപ്പിന്ന് ഉണ്ണിമോക്ക് എടുത്ത് കൊടുത്ത് അതും കാണും. അത് പിന്നെ ക്യാഷ് കണ്ട്. പക്ഷേ എനിക്ക് എന്റെ നിരപരാധിത്വം തെളിക്കണം. അതിനെനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ മാമൻ ഇത് അമ്മേനെ കാണിക്കും? യെസ്, കാണിക്കും. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ കാണിച്ചോ, എനിക്കൊരു ചുക്കൂല്ല. ഇതിന്റെ പിന്നിലെ എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും. ഇനി അവള് പറഞ്ഞതാണോ സത്യം? പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവളെ പേടിച്ചത് എന്തിനാ? എന്തായാലും ഉണ്ണിമോള് കേട്ടെ നോക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറയണ ശ്രദ്ധിച്ചു കേൾക്കണം, നമുക്ക് ഒട്ടും ടൈമില്ല. ഞാൻ വീണ്ടും പെട്ടു. എന്ന് വെച്ചാ ഞാൻ ഓടിച്ചു വിട്ട് പറയാം, ടീച്ചറായിട്ട് പറയാൻ സമയമില്ലാത്തോണ്ടാ. എങ്ങനെയും പറഞ്ഞു വേഗം. ഞാനെന്ത് ചെയ്യാമോ, രാവിലെ ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കായിരുന്നു. അപ്പോ ഇതാണ് സംഭവം. അപ്പൊ അതാണല്ലേ ചേച്ചി ബാത്റൂമിൽ പോണെന്ന് പറഞ്ഞ് ഓടിയത്? അല്ല, ഇതിലിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? ലെറ്റർ മാമന്റെ കയ്യിലാണ്. ചേച്ചി നിരപരാധിയാണ്. സോ മാമനോട് പറഞ്ഞ പോലെ ചേച്ചിയുടെ നിരപരാധിത്വം തെളിയിച്ച പോലെ. എന്റെ നിക്കി, ഞാനതൊരു ഓളത്തിന് പറഞ്ഞതല്ലേ, മാമന്റെ കോൺഫിഡൻസ് ഒന്ന് കുറയ്ക്കാൻ. അപ്പോ അമ്മ അറിഞ്ഞ സത്യം അറിയണതിന് മുന്നേ എനിക്കിട്ട് പൊട്ടിക്കും, എന്നിട്ടേ കാര്യം അന്വേഷിക്കുള്ളൂ. പിന്നെ ഇത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം എന്റെ തലയിലും ഇരിക്കും. എന്നിട്ടിപ്പോ ചേച്ചിയുടെ പ്ലാൻ എന്താ? എന്റെ കയ്യിൽ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചോണ്ട് വരുമോ? എന്റെ തലയിൽ ഇപ്പൊ ഒരു ഐഡിയ വരുന്നില്ല. നീതി അമ്മക്ക് എന്തെങ്കിലും? നിങ്ങൾക്ക് നാണല്ലേ ഈ 2ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചു കുഞ്ഞിനോട് ഐഡിയ ചോദിക്കാൻ? അത് ശരിയാ, നമ്മളെ ഭാഗത്തും തെറ്റുണ്ട്. നമ്മളത് ചോദിക്കാൻ പാടില്ലായിരുന്നു. ഡോണ്ടു പൊന്നാര പടപ്പുകളെ, നിങ്ങളിങ്ങനെ നാടകം കളിച്ചോണ്ടിരുന്ന് അങ്ങാടി പോയ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരും. പിന്നെ അറിയാലോ, അതിനു മുന്നേ നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ ആലോചിക്ക് പ്ലീസ്. ഐഡിയ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ നടക്കുന്നറിയില്ല. മതി, നീ ഐഡിയ പറ. എന്താണെങ്കിലും കുഴപ്പമില്ല. അതല്പം ചീപ്പാണ്. ഉണ്ണിമോള് വരുന്നതിന് മുമ്പ് കുളിക്കാനുള്ള പരിപാടിയാണ്. ശരിയാക്കി തരാ. തൽക്കാലം നമുക്ക് ഇവിടെ ഒളിച്ചു നിൽക്കാം. പക്ഷെ നമ്മൾ എവിടെ വിളിച്ചാലും മാമ നമ്മളെ കണ്ടുപിടിച്ചു കൊടുക്കും, അതുറപ്പാ. അവര് മുകളിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ഈ സൈഡ് വഴി ചാടി ഓടും. അയ്യോ ചേച്ചി, റിസ്ക് അല്ലേ? ആണ്, പക്ഷെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം ഇവിടെ നിന്ന്. എന്നാ അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നതേപോലെ. ഓക്കെ? ലാപ്ടോപ്പിന്റെ ബാറ്ററി മാറ്റാൻ കൊടുത്തായിരുന്നു, അത് വാങ്ങിക്കാൻ പോയതാ. ക്യാഷ് കണ്ട് എഡിറ്റ് ചെയ്യണ്ടേ? നീ ഉടനെ വേറെ കണ്ടുകൂടി നടത്തേണ്ടി വരും. എന്ത് കണ്ട്? ദേവു കണ്ട്. മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ ചിലപ്പോ നീ വിശ്വസിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഇതാ സത്യങ്ങളൊക്കെ നീ വായിച്ചറിഞ്ഞു. ദേവുനാരോ കൊടുത്തതാ. അവളെ കയ്യിൽ നിന്ന് ചാടിയപ്പോ അതെനിക്ക് കിട്ടി.
ഇതിനകത്ത് ദേവുവിന്റെ പേരൊന്നും ഇല്ലല്ലോ. അത് മനഃപൂർവ്വം ഇതായതായിരിക്കും. എന്തായാലും ഇത് അവളെ കയ്യിൽ നിന്ന് മിസ്സായതാ. അത് അവളും സംഭവിച്ചു. മാത്രല്ല നിന്നോട് പറയരുതെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞോള്? പറഞ്ഞു. സംശയം അവളെ വിളിച്ചു നോക്കി. അവളാ ഓപ്പൺ ടെറസിൽ വിളിച്ചിട്ടുണ്ട്. ചേട്ടൻ എങ്ങോട്ടാ? അവൾ ആ സൈഡിൽ കൂടെ ചാടി രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. നീ അവളെ വിളി. ദേവു വന്നേ. എന്താ അമ്മ? ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തെടുക്കായിരുന്നു എല്ലാരും കൂടെ? കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. എന്തേ? നിന്റെ പഠിത്തമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ ഇത്? ഇതൊരു പേപ്പർ അല്ലേ? അല്ലേ? അതെ, പേപ്പറാണ്. പക്ഷെ ഇതിനകത്ത് എന്താ എഴുതി വെച്ചേക്കുന്നത്? ഉറക്കെ വായിക്കടി. മൈ ഡിയർ ലവ്, നിന്നെ കാണാൻ മാത്രം എന്നും ബസ് സ്റ്റോപ്പിൽ വന്നിരുന്ന ഈ ഉണ്ടക്കണ്ണനെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ആളെ മനസ്സിലായില്ലേ? എനിക്ക് നിന്നെ അത്രയേറെ ഇഷ്ടമാണ്. ഈ കൽപ്പൻ്റെ കാന്താരിയാവാൻ സമ്മതമാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അയച്ച റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണേ. പച്ച ലൈറ്റും കത്തിച്ച് ഞാൻ കാത്തിരിക്കും എന്ന് നിന്റെ സ്വന്തം ഉണ്ടക്കണ്ണൻ. എന്താ ഇത്? അമ്മയ്ക്ക് ആരെങ്കിലും തന്നതാണോ? അമ്മയ്ക്ക് നിന്റെ കയ്യിൽ നിന്ന് താഴെ ചാടിയിട്ട് കുട്ടിച്ചേട്ടന് കിട്ടിയതാണ്. ആരടി ഉണ്ടക്കണ്ണൻ? എനിക്കറിയില്ല. ഏതുണ്ടക്കണ്ണൻ? പിന്നെ ഇതെങ്ങനെ നിന്റെ കയ്യിൽ നിന്ന് താഴെ ചാടി? എന്റെ കയ്യിൽ നിന്നോ? മാമൻ നുണ പറയണതാ. ഞാൻ ഈ സാധനം ഇപ്പോഴാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇവരോട് ചോദിച്ചോക്ക്. അതെ, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അമ്മേനെ നോട്ടം കണ്ടോ വിചാരിക്കല്ലോ. എന്റെ സ്കൂളിലത്തെ ഏതൊരു ചെറുക്കന് നോട്ട് ബുക്കിന്റെ ഇടയിൽ ഈ ലെറ്റർ വെച്ചിട്ട് പിന്നെ ഞാൻ ഒളിപ്പിക്കാൻ വേണ്ടി പോക്കറ്റിന്റെ ഉള്ളിൽ കൊണ്ട് നടന്നപ്പം അത് ചാടിപ്പോയതാണെന്ന്. പിന്നെ ഏത് ഈ ഉണ്ടക്കണ്ണ്? ഏത് ഈ ലെറ്റർ? ലെറ്റർ ഏതാന്നറിയില്ല. പിന്നെ എന്റെ അറിവില് ആകെ ഒരു ഉണ്ടക്കണ്ണനെ ഉള്ളൂ. അതാരാ? ആ ദാ ഈ വരുന്ന മാമൻ തന്നെ. വേറൊരു ഉണ്ടക്കണ്ണൻ എനിക്കറിയില്ല. എന്താ അവളെ പറയണേ? സമ്മതിച്ചല്ല. അവളങ്ങനെ പെട്ടെന്നൊന്നും പറയില്ല, അറിയാലോ. അവള് പറയുന്നത് ഈ എഴുത്ത് അവൾ ആദ്യമായിട്ട് കാണുകയെന്നാ. ചേട്ടൻ നുണ പറയാന്ന്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇവൾ അങ്ങനെ പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ എഴുത്ത് എഴുതിയവനാരാ? ചേട്ടന് സ്കൂളിൽ പഠിക്കുമ്പോ ഒരു ഇരട്ട പേരുണ്ടായിരുന്നല്ലോ, അത് ചേട്ടന് ഓർമ്മയുണ്ടോ? അത് പിള്ളേർ ഓരോന്നിങ്ങനെ. എന്നാലും എന്തായിരുന്നു മാമത് പറ. അതോ ഉണ്ടക്കണ്ണൻ അർജുൻ. സത്യത്തിലേക്ക് അത്ര ഉണ്ടക്കണ്ണൊന്നും ഉണ്ടായിരുന്നില്ല. അത് കുറെ പിള്ളേരെ ഇങ്ങനെ അടിച്ചിറക്കിയതാ. എന്ന് നിന്റെ സ്വന്തം ഉണ്ടക്കണ്ണൻ. നീ എന്താ ഒരുമാതിരി മോനെ വെച്ച് വായിക്കുന്നത്? അമ്മയ്ക്കിപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? എന്നെ കൊടുക്കാൻ വേണ്ടി മാമൻ തന്നെ എഴുതിയ ലെറ്റർ ആണ് ഇത്. ഓഹോ, പണ്ട് മാമൻ ടീച്ചറെ വിളിച്ചെഴുതി കൊടുക്കാൻ നോക്കിയത് ഞങ്ങൾ പൊളിച്ചപ്പോ അതിന് പ്രതികാരമായിട്ട് അടുത്ത നമ്പർ അല്ലേ? ഓഹോ, അങ്ങനെയാണല്ലേ കളി. ഓക്കെ, എന്നാ കയ്യശ്ശേരം നോക്കാം. അപ്പൊ അറിയാലോ ഞാൻ അവളെ എഴുതിയത്. പക്ഷെ മാമൻ കൈയക്ഷരം മാറ്റി എഴുതിയാലോ? ഞാൻ മാറ്റിയിട്ടില്ല. മാറ്റില്ലെന്നെന്താ ഉറപ്പ്? കൈയക്ഷരം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടനാണോ എന്ന് തെളിയിക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യാം, മാമൻ മുന്നേ എഴുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കി കൺഫേം ആക്കാം. യെസ്, അത് നല്ല ഐഡിയ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇത് എഴുതിയത് ആരാണെന്നും ആർക്കാണെന്നും നമുക്ക് നോക്കാം. ചേട്ടൻ മുമ്പ് എഴുതിയ എന്തെങ്കിലും ചേട്ടന്റെ കയ്യിലുണ്ടോ? വല്ല ഡയറിയോ കണക്കോ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും? ഇപ്പൊ കയ്യിലൊന്നുമില്ല. വേണേ ഞാൻ വീട്ടിൽ പോയി എടുത്തിട്ട് വരാം. അത് വേണ്ട, കൈയക്ഷരം മാറ്റാൻ സാധ്യതയുണ്ട്. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അപ്പാപ്പിനെ വിളിച്ചിട്ട് അത് എടുത്തിട്ട് വരാൻ പറയാം. ഓക്കെ, അത് മതി. വേണമെങ്കിൽ ഞാൻ തന്നെ വിളിച്ചു പറയാം. ആ മതി, അതായാലും മതി. അല്ല എനിക്ക് തൽക്കാലം മതിയാവും. പക്ഷേ ഇനി എന്ത് പക്ഷേ? ഞാൻ വിളിച്ചു പറയാണ്. അല്ല, ഞങ്ങള് ഹലോ അപ്പൊ വീടാ. എന്താ സംഗതി? ഡയറി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത്? ഞാൻ ആ നോട്ട് ബുക്ക് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ ഇതാ കിട്ടിയത്. ഏതായാലും മതിയല്ലോ, കൈയക്ഷരം ഞാൻ പോരെ. ഇതിലൊന്നും ഇല്ലല്ലോ. അതാ ഞാൻ നോട്ട് ബുക്ക് എടുക്കാൻ പറഞ്ഞത്. ആ കിട്ടി കിട്ടി.
ലെറ്റർ എടുത്തിട്ട് കയ്യക്ഷരം ഒരേപോലെയാണോ നോക്കമ്മ. അതല്ലേ ആദ്യം അറിയണ്ടേ. ആണോ? ഒരേപോലെയാണോ? അല്ലല്ലോ, കൈശ്വരം വ്യത്യാസമുണ്ട്. ഇപ്പൊ എങ്ങനെയൊക്കെയാണ് സത്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായി. കൈയക്ഷരം ഒന്നല്ലെങ്കിലും സത്യം എനിക്ക് മനസ്സിലായി. എന്താ ചേട്ടാ ഇതൊക്കെ? ചേട്ടന് എന്ന് തുടങ്ങി പ്രേമമൊക്കെ? പ്രേമോ? അപ്പൊ ഇതൊന്ന് വായിച്ചോക്കെ. ഈ പ്രായത്തിൽ ഇവൻ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ് ഒരു കല്യാണം കഴിക്കാൻ. ഇതെങ്ങനെ? അപ്പൊ മാമനെല്ലാം മുൻകൂട്ടി കണ്ടു. കയ്യക്ഷരം മാറ്റി ലെറ്റർ തന്നെ എഴുതിയേക്കുന്നത്. ഇതൊന്നും ഞാൻ എഴുതിയല്ല. വിശ്വസിച്ചു. ഈ ലാസ്റ്റ് പേജിൽ എഴുതിയേക്കുന്ന കണ്ടോ? 15/6/2024. ഞാൻ എൻ്റെ പ്രണയലേഖനം അവൾക്ക് നാളെ കൊടുക്കും. സ്കൂൾ ടീച്ചറായി ജോലി കിട്ടിയതിന്റെ ജാട എന്നോട് അവൾ കാണിക്കുമോ? കാണിച്ചാലും ഇല്ലെങ്കിലും അവളുടെ പഴയ ഉണ്ടക്കണ്ണൻ അർജുനൻ കുട്ടിയെ അവൾക്ക് മറക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഓ, അപ്പൊ അതാണ് സ്കൂൾ കണക്ഷൻ. ബസ് കാത്ത് നിൽക്കുന്ന ഉണ്ടക്കണ്ണൻ. അപ്പൊ ചേട്ടൻ അവക്ക് കൊടുക്കാൻ വെച്ച ലെറ്റർ ആണ് അല്ലേ ദേവു മദ്യക്കുപ്പി കണ്ടുപിടിച്ച ദേഷ്യത്തിന് അവക്കെതിരെ പ്രയോഗിച്ചത്? എടാ, നീ എന്റെ മോനാന്ന് കരുതിയിട്ട് ഞാൻ ലജ്ജിച്ചു പോകുന്നടാ. അപ്പൊ പോലെ ഞാൻ നിരപരാധി. ആരെങ്കിലും ഒന്ന് വിശ്വസിക്കേ. മാമ, കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. പിന്നില് നിങ്ങളാണെന്ന് മനസ്സിലായി. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് മാമന് മനസ്സിലായിട്ടില്ല അല്ലേ? അതല്പം ചീപ്പാണ്. എത്ര ചീപ്പാണെങ്കിലും കുഴപ്പമില്ല. എന്താ കാര്യം? എന്നാ ചേച്ചി ഇപ്പൊ തന്നെ അച്ഛനെന്ന് വിളിക്കും. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ പറ. ഹലോ. ഹലോ അച്ഛച്ച. എന്താ കുഞ്ഞേ? സംഗതി അറിഞ്ഞായിരുന്നോ? ഇല്ല. എന്താ സംഗതി? അച്ഛന്റെ പിണ്ണതായിലും മാമനെ അടിച്ചു മാറ്റി. ചതിച്ചല്ലോ. അവനെ ഇനി ഞാൻ കൊല്ലും. ഞാൻ അവനെ നടക്കൂല. അറിയാലോ, മാമ മുങ്ങും. പക്ഷെ അച്ഛൻ ഞങ്ങളുടെ കൂടെ നിന്നാ മാമന് നമുക്കൊരു പണി കൊടുക്കാം. നിക്കാം. ഞാൻ എന്തിനും കൂടെ നിക്കാം. എന്തിനാ? പറയാം. അച്ഛനൊന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പൊ വരാം. പ്രശ്നമാക്കണ്ട. അത് നമുക്ക് വേറെ എന്തെങ്കിലും പറയാം. അച്ഛനൊരു കാര്യം ചെയ്യണം. കുറച്ച് കഴിയുമ്പം ആരെങ്കിലും അച്ഛനെ വിളിക്കും. മാമന്റെ വല്ല ബുക്കോ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറയും. അപ്പൊ അച്ഛൻ ഇതേ ഈ ഡയറി എടുത്തുകൊണ്ട് വരണം. അപ്പൊ അവനുള്ള പണി അത് താനെ വന്നോളും. അച്ഛൻ സിറ്റുവേഷൻ അനുസരിച്ച് ഞങ്ങളെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. അത് ഞാൻ ഏറ്റു മക്കളെ. അയ്യോ, മാമന് കാര്യങ്ങൾ മനസ്സിലാവാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടുന്ന് പോവാം. അതെ, വാ പോവാ. പാവം മാമൻ. പോട്ടെ ഉണ്ടക്കണ്ണ.